सर की जो सर से वो धीरे धीरे पागल हुआ रे मैं धीरे धीरे तेरी चुनरिया दिल ले गई। सर से वो धीरे धीरे पागल हुआ रे मैं धीरे धीरे। सर की जो सर से वो धीरे धीरे पागल हुआ रे मैं धीरे धीरे तेरी चुनरिया दिल ले गई। तेरी ये बिंदिया सर से वो धीरे धीरे पागल हुआ रे मैं धीरे धीरे। सर की जो सर से वो धीरे धीरे पागल हुआ रे मैं धीरे धीरे तेरी चुनरिया दिल ले गई। तेरी ये बिंदिया दिल ले गई। जाना है होता क्यों दिल ये दीवाना है। तय कर लिया तुम्हें पाना है क्या प्यार है ये दिखाना है। मेरे बोले सनम मेरे प्यारे सनम दीवाने सनम अनजाने सनम। धीरे धीरे बोले मेरे पायल धीरे धीरे बोले तेरा कंगना धीरे धीरे बोले तेरी पायल धीरे धीरे तेरी चुनरिया दिल ले गई। तेरी ये बिंदिया दिल ले गई। तेरा मेरा जन्मों का नाता है यूं ही नहीं दिल लुभाता है। रिश्ते ये रब ने बनाता है घर के बहाना दिखाना है। मेरी यादों में तुम मेरी बातों में तुम मेरी सांसों में तुम मेरी राहों में तुम। बोले मेरे धड़कन धीरे धीरे बोले मेरे धड़कन धीरे धीरे
പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇതിൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുൽ സമദ്, സ്വാഗത ഭാഷണം നടത്തിയ അൻസാർ CV, ഇവിടെ ഉപഹാര സമർപ്പണം നടത്താൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കീബോർഡ് ആർട്ടിസ്റ്റ് സുശാന്ത്, രേഖാ സജിത്ത്, സിജു പാലക്കൽ, പ്രതാപ് തോട്ടത്തിൽ, ആശംസകൾ അർപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകനും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള R. ജയന്ത് കുമാർ, സിജു പാലക്കൽ, രേഖാ സജിത്ത്, ഇഷാം ഹസൻ തുടങ്ങി ഷബീർ അരക്കൽ തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കലാപ്രേമികളായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങളാരും പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല ഇരിക്കുന്നത് എന്ന ബോധ്യമുണ്ട്. കോഴിക്കോട്ടെ സംഗീതപ്രേമികൾ ഒത്തുചേർന്നിരിക്കുകയാണ്. ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയതല്ല. ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും വിവിധതരം സംഗീതങ്ങളും പ്രോഗ്രാമുകളൊക്കെ അരങ്ങേറുന്ന ഒരു ടൗൺ ഹാളാണ് നമ്മുടേത്. പ്രോഗ്രാമുകൾക്കെല്ലാം ആളുകൾ നല്ല രീതിയിൽ പങ്കെടുത്ത് പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. നീണ്ട 10 വർഷക്കാലത്തെ പാരമ്പര്യം ഉള്ള ഈ പാട്ട് സംഘം തീർച്ചയായും അനുമോദനങ്ങൾ അർഹിക്കുന്നു. അവരർഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തി വരുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ജീവകാരുണ്യ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തുമൊക്കെ അവരുടെ കയ്യൊപ്പ് ചാർത്താൻ അവർക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് ശ്ലാഘനീയമാണ്. പാട്ടിൻ്റെ കൂട്ടുകാർ ഒരുക്കുന്ന അവരുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സംഗീത നിശയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കേണ്ടത്. നമുക്കറിയാം, കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പാട്ട് കേട്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഗീതം ആസ്വദിക്കാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയ ഒരു നിമിഷം മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദുഃഖങ്ങൾ ഒരുപാട് മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പാട്ട് പാടി പോകാറുണ്ട്. അത്തരം ഏതൊരു പ്രയാസഘട്ടത്തിലും അല്ലെങ്കിൽ സന്തോഷഘട്ടത്തിലുമൊക്കെ ഈ പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹമായി തീരാറുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സുഖദുഃഖങ്ങളിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നതാണ് സംഗീതവും അതുപോലെ തന്നെ ഈ സംഗീതത്തോടൊപ്പം തന്നെ ഈ പാട്ടുകളുമൊക്കെ എന്ന് നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം ആരും ചിന്തിക്കാറില്ല. സ്റ്റേജുകളിൽ വളരെ നന്നായി പാടുമ്പോൾ നമ്മൾ കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കലാകാരൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മളിൽ പലരും മറന്നു പോകാനാണ് പതിവ്. നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ അവശ്യ കലാകാരന്മാരെ സഹായിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഈയിടെ മന്ത്രിസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ അവശ്യ എന്ന ഭാഗം ഒഴിവാക്കണം എന്ന് തീരുമാനിച്ച് കലാകാരന്മാർക്കുള്ള പെൻഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ പോസിറ്റീവായി തന്നെ കാര്യങ്ങളെ കാണുകയും പോസിറ്റീവായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ കലാകാരന്മാരെ നമുക്ക് ആ രീതിയിൽ കാണേണ്ടതുണ്ട്. ഗവൺമെൻറ്റും നമ്മൾ ജനങ്ങളും ഇത്തരം സംഘടനകളുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന മിഠായിത്തെരു പോലെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായി ഇത്തരം ഒരു പ്രോഗ്രാമിനുള്ളൊരു വേദി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്കൊക്കെയും ഒന്നിച്ച് ഒരു ശ്രമം നടത്തണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം അറിയിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിൽ കട്ടുറുമ്പാകാതെ വഴിമാറാൻ ആഗ്രഹിക്കുന്നു. നമസ്തേ. താങ്ക് യു സർ.